നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ഡിസിപ്ലിനായിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക. ഇവിടെ ഈ ഒരു ഇത് നമ്മൾ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക. നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ഓഫ് കോഴ്സ് ട്രേഡിങ്ങിലൂടെ നമുക്ക് വരുമാനം ഉണ്ടാവും. വേറെ ഏത് ബിസിനസ് ചെയ്യുന്നതിനേക്കാളും പ്രോഫിറ്റബിലിറ്റി നമുക്ക് ഇതിനകത്തുണ്ട്. വേറെ ഏത് ബിസിനസ് ചെയ്യുന്നതിനേക്കാളും നമ്മുടെ ടീമിൽ വരുന്നവർക്കല്ല. ട്രേഡിംഗ് എല്ലാം ഒന്ന് നമുക്ക് ഉറപ്പ് പറയാനൊന്നും പറ്റില്ല. നമ്മളുടെ ഈ ടീമിൽ വന്നിട്ടുള്ളവരെ സംബന്ധിച്ച് ഒറ്റ പൈസ പോലും ഇതുവരെ ഇത്രയും 6 മാസമായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒറ്റ പൈസ പോലും ഒരാൾക്ക് പോലും നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ കോൺഫിഡൻസ്. ആദ്യം അതാണല്ലോ ആവശ്യം. നമ്മുടെ മുതൽ പോകുന്നില്ല എന്നുള്ളതാണ് ഫസ്റ്റ് ഉറപ്പ് വേണ്ടത്. നമ്മളിവിടെ നമ്മളെന്ന് നാട്ടിൽ കാണുന്ന എല്ലാ കാര്യത്തിലും മുതൽ തന്നെ തിരിച്ചു കിട്ടിയാൽ അന്നേരം പോയ അമ്പലത്തിലും പള്ളിയിലും നേർച്ച കൊടുക്കുന്ന ആണ് നമ്മൾ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും. അതായത് നമ്മുടെ പൈസ വേറൊരാളുടെ കയ്യിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് തിരിച്ചു വന്നിട്ടുള്ള ചരിത്രം വളരെ അപൂർവമാണ്. വളരെ അപൂർവം. നേരിട്ട് പരിചയമുള്ളവർക്ക് കൊടുത്താൽ പോലും കിട്ടുന്നില്ല. അന്നേരമാണ് നമുക്ക് പരിചയമില്ലാത്ത എവിടെയെങ്കിലും കൊണ്ട് പൈസ കിട്ടില്ല. ഇത് അവരവരുടെ പൈസ അവരവരുടെ അക്കൗണ്ടിൽ വെച്ച് നമ്മൾ ചെയ്യുന്നു. അതിനൂടെ കൃത്യമായിട്ട് വരുന്നു. നിങ്ങൾ $10 ഇട്ടാലും $10,000 ഇട്ടാലും $50,000 ഇട്ടാലും ഇവിടെ ക്ഷമയോടെ ചോദിക്കുന്ന ചോദ്യത്തിന് മുഴുവൻ ആൻസർ പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പം നമ്മളും അതിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ കാണിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ കൃത്യമായിട്ട് ഈ പഠിക്കാവുന്ന നമ്മുടെ ഇത് പഠിക്കുക, ബാക്കി ഹോംവർക്ക് ചെയ്യുക. നമ്മൾ എന്തറിയാൻ പറ്റില്ല ആരെങ്കിലും വിളിച്ചു വെച്ചാൽ മതി എന്നുള്ളൊരു പ്രാക്ടീസും മാറ്റുക. നമ്മുടെ ടെലിഗ്രാം ചാനലിലൊക്കെ നമ്മൾ ചെയ്ത റെക്കോർഡ് ഇട്ടിട്ടുണ്ട്. അത് കേൾക്കുക. വീട്ടിൽ ഈ രാവിലെ സെഷൻ തന്നെ റെക്കോർഡ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടാമത് ഒന്നുകൂടെ കേൾക്കാൻ പറ്റും സംശയമുള്ള ഭാഗം. അപ്പോൾ അത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. തെറ്റുകൾ സംഭവിച്ചാൽ പിറ്റേ ദിവസം വന്ന് ചോദിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒന്നും അറിയാൻ പറ്റില്ല, പക്ഷേ നമുക്ക് ചുമ്മാ സംശയം മാത്രം ചോദിച്ചുകൊണ്ടിരുന്നത്. ഇതൊരു വലിയ സബ്ജക്റ്റാണ്. അതിൻ്റെ ഏറ്റവും ക്രിസ്പായിട്ട് ഏറ്റവും ക്യാപ്സൂൾ പരുവത്തിലെടുത്ത് തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് മാത്രമല്ല, ട്രേഡിങ്ങിന് നമ്മൾ മാർക്കറ്റ് ആൽഫ ക്വസ്റ്റിൽ 49 മൊഡ്യൂളുണ്ട്. 49 മൊഡ്യൂള് ക്രിപ്റ്റോയുടെ, 49 മൊഡ്യൂള് ഫോറക്സിൻ്റെ ഉണ്ട്. ഡീപ്പറായിട്ട് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഓരോ മൊഡ്യൂളും പഠിക്കുക. ഒരു മൊഡ്യൂൾ പഠിച്ചതിന് ശേഷം ഓൺലൈൻ എക്സാം ഉണ്ട്. എക്സാം കഴിഞ്ഞിട്ട് സെക്കൻഡ് മൊഡ്യൂളിലേക്ക് പോകും. അപ്പം നമുക്ക് തോന്നുന്ന ഒത്തിരി ചോദ്യങ്ങൾക്ക് അതിനകത്ത് ഉത്തരവുണ്ട്. അത് നമ്മളത് പാരലലി ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സബ്ജക്റ്റ് കൂടുതൽ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ കൂടുതലായിട്ട് അത് ചെയ്യണം. ഇത് ചെയ്യാനുള്ള തുടങ്ങാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എന്തായാലും ഇവിടെ ആൾക്കാർ 1 ലക്ഷം 1.5 ലക്ഷം കൊടുത്ത് പഠിച്ചിട്ട് പോലും പല ആൾക്കാർ ട്രേഡിങ് വിജയകരമായിട്ട് ചെയ്യുന്നില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിപ്പിക്കുന്ന പല ആൾക്കാരും 2 മാസം അല്ലെങ്കിൽ 3 മാസത്തെ കോഴ്സാണ്. കോഴ്സ് പീരീഡ് കഴിയുമ്പം കഴിഞ്ഞു. പിന്നെ ആർക്കും റെഗുലറായിട്ട് സപ്പോർട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ സംശയമുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് പലരും ചെയ്യാത്തതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ കൂടെ തിയറിയുടെ ഭാഗത്ത് മാർക്കറ്റ് ആൽഫ ക്വസ്റ്റ് തരുന്ന കൂടാതെ പാരലായിട്ട് നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ട് നേരെ വരുന്ന ഒരാളെ ഫസ്റ്റ് ഡേ തന്നെ പറ്റുമെങ്കിൽ പ്രോഫിറ്റബിൾ ആക്കണം എന്നോർത്തിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അത് വിജയകരമായിട്ട് പോകുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തരും അതിനകത്ത് ഇത് ഉൾക്കൊണ്ടുകൊണ്ട് അത് മനസ്സിലാക്കി നമ്മൾ കൂടുതൽ ആൾക്കാരിലേക്ക് ഇത്രയും സുതാര്യമായിട്ടും ഇത്രയും ഇതായിട്ടും ലൈവ് സെഷൻ എല്ലാ ദിവസവും തരികയും ജീവിതകാലം മുഴുവൻ സപ്പോർട്ട് തരാൻ പറ്റുന്ന ഒരാൾ പോലും ഒരു സ്ഥലത്ത് പോലും ഇല്ലയെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. ഇത്രയും ചെറിയ എമൗണ്ടിനാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. പഠിക്കാനുള്ള ടൂൾസ് നമ്മൾ ഇട്ടിരിക്കുന്ന ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ ഉണ്ട്. അത് കേട്ട് പഠിക്കുക, അത് മനസ്സിലാക്കുക. അതിനകത്ത് ട്രേഡ് ചെയ്തതിൻ്റെ അതും നമ്മൾ ഇട്ടിട്ടുണ്ട്. മോർണിംഗ് സെഷൻ്റെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ കേട്ട് മനസ്സിലാക്കി പഠിച്ച് ശരിയായ രീതിയിൽ ചെയ്യുക. വീണ്ടും സംശയങ്ങളുണ്ടെങ്കിൽ ആ സംശയം പിറ്റേ ദിവസം വന്ന് ചോദിക്കുക. പഠിച്ചതിന് ശേഷം സംശയം ചോദിക്കുക. കുറച്ചെങ്കിലും പഠിച്ചതിന് ശേഷം അപ്പോൾ നമുക്ക് ബേസായി കുറച്ച് എമൗണ്ടെങ്കിലും ഇട്ട് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ സംശയങ്ങൾ വരാം. അത് ചോദിക്കുക. അറിയാവുന്ന ആൾക്കാരും നിങ്ങളുടെ സീനിയറായിട്ടുള്ള ആൾക്കാരുണ്ട്. ട്രേഡിങ് പരമാവധി നിങ്ങൾ കാരണം അത് പ്രാക്ടീസ് വേണം. ഇതൊരു 2-3 മന്ത്സ് കൊണ്ട് നമുക്കൊരു 5% പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റും. ആദ്യം ഇനിഷ്യലി നമ്മൾ ചിലപ്പോൾ ഒരു 1% 2% ആയിരിക്കും തുടങ്ങുന്നത്. ഗ്രാജുവലി നമുക്ക് പെർസെൻറ്റേജ് കൂട്ടി വരാം. ഞാനെപ്പോഴും പറയുന്നത് ഇതിനകത്ത് ട്രേഡിങ് മാത്രമല്ല, ഇതിൻ്റെ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻ്റ് ഉണ്ട്. കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് അഗ്രസീവായിട്ട് നമ്മൾ ശ്രമിക്കുക. ഇടത്തെ കൈ കൊണ്ട് നമ്മൾ കറക്റ്റായിട്ടൊരു ബാലൻസ് കൊണ്ടുപോകണമെങ്കിൽ ഇടത്തെ കൈ കൊണ്ട് ട്രേഡ് ചെയ്യുക, വലത്തെ കൈ കൊണ്ട് കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുക. അതിൽക്കൂട്ട് കിട്ടുന്ന രൂപ അല്ല ഡോളർ നമ്മൾ ഇതിനകത്തോടെ തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് വലുതാക്കുക. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഏത് കാര്യത്തിൽ പോയാലും എപ്പോഴും നമ്മൾ ഓർത്തിരിക്കുന്ന സ്ട്രഗിൾ ഉണ്ടാവും. സ്ട്രഗിൾ ഇല്ലാതെ ഒന്നും ഉണ്ടാകത്തില്ല. അതാണ് സ്ട്രഗിൾ. കൂടി വന്ന കുറച്ച് ആൾക്കാരോട് നമ്മൾ സംസാരിക്കും, കുറച്ച് ആൾക്കാർ നോ പറയും. ആ നോ പറയുന്നതിന് നമുക്കതിന് നോയുടെ ഇടയിൽ ഏസ് കിട്ടും. ആ ഏസ് കിട്ടുന്നവരുടെ കൂടെ സമയം ചിലവാക്കി ടീം വലുതാക്കുക. അപ്പോൾ ഇത് കൺസിസ്റ്റൻ്റായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നതാണ് ഇതിനകത്ത് ചെയ്യേണ്ടത്.